അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് among the following is not a mission put forward through the recent Navakerala Karma Paddhati of Government of Kerala? ഹരിത കേരളം, റീബിൽഡിംഗ് കേരള, ആർദ്രം, ലൈഫ്. സോ നവകേരള പദ്ധതി, കേരളത്തിന്റെ പുനർനിർമ്മാണം ഉന്നം വെച്ചിട്ട് ഗവൺമെന്റ് ഓഫ് കേരള കൊണ്ടുവന്ന പുതിയ പദ്ധതിയാണ് നവകേരളം പദ്ധതി. സോ ഇവിടെ ഈ ക്വസ്റ്റ്യന് PSC ആൻസർ കീയിൽ കൊടുത്ത് റീബിൽഡിംഗ് കേരളയാണ്. പക്ഷെ ആക്ച്വലി നവകേരളം പദ്ധതി എന്ന് പറയുന്ന ഈ പദ്ധതി കീഴിൽ 5 പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. 5 പ്രധാനപ്പെട്ട പദ്ധതികൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഹരിത കേരളം വരുന്നുണ്ട്, റീബിൽഡിംഗ് കേരളയും വരുന്നുണ്ട്, ആർദ്രം വരുന്നുണ്ട്, ലൈഫ് വരുന്നുണ്ട്, അതേപോലെ വിദ്യാകിരണം. ഈ 5 പദ്ധതികളുടെ ഒരു അംബ്രല സ്കീമാണ് ആക്ച്വലി നവകേരളം കർമ്മ പദ്ധതി. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? സോ ഇവിടെ നമുക്ക് ആൻസർ ഇല്ല. ഇത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യേണ്ടതാണ്, പക്ഷെ PSC ക്യാൻസൽ ചെയ്തിട്ടില്ല. PSC ഓപ്ഷൻ ബി റീബിൽഡിംഗ് കേരളയാണ് ആൻസർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലോ? ഹരിത കേരളം, റീബിൽഡിംഗ് കേരള, ആർദ്രം, ലൈഫ്, അതേപോലെ വിദ്യാകിരണം, ഈ 5 പദ്ധതികളുടെ ഒരു അംബ്രല സ്കീമാണ് ആക്ച്വലി നവകേരളം കർമ്മ പദ്ധതി. ഓക്കെ അല്ലേ? സോ ആർദ്രം മിഷൻ, വിദ്യാകിരണം, ലൈഫ് മിഷൻ, ഹരിത കേരളം, റീബിൽഡിംഗ് കേരള. അപ്പൊ ഈ പദ്ധതികളൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് നോക്കണം. ഇനി വരുന്ന ടെസ്റ്റ് സീരീസിൽ നമുക്ക് എന്താക്കാം, ഇതിനെ പറ്റിയൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുത്താം. ഇപ്പൊ ഈ പദ്ധതികളെ പറ്റി എന്താക്കണം, ഒരു ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ, സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും പദ്ധതികൾ വളരെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ എന്താക്കണം, കേസിന്റെ പെർസ്പെക്ടീവിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, മുന്നോട്ട് പോവാം. സോ ഇവിടെ PSC ആൻസർ കീ ഓപ്ഷൻ ബി ആണ്. പക്ഷെ ഓപ്ഷൻ ബി അല്ല, ഈ പദ്ധതികളെല്ലാം ഹരിത കേരളം പദ്ധതിയിലുണ്ട് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് മൊബിലൈസേഷൻ സ്ട്രക്ചേഴ്സ് ഓഫ് കിഫ്ബി ഈസ് അപ്രൂവ്ഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. വിച്ച് ഓഫ് ദ above statements are correct? One only, two only, both on two, neither one of two. സോ കിഫ്ബി ഫണ്ടുകളൊക്കെ മൊബിലൈസ് ചെയ്യുന്നുണ്ട്. സോ കിഫ്ബിയുടെ ഫണ്ടുകൾക്ക് അപ്രൂവൽ കൊടുക്കുന്നത് ആര് എന്നാണ് ചോദ്യം. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, ബോത്ത് 1 and 2. ഓക്കെ, സോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് സെബിയും. ഓക്കെ, സെബിയും അംഗീകാരം കൊടുക്കുന്നുണ്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അംഗീകാരം കൊടുക്കുന്നുണ്ട്. രണ്ടുപേരുടെയും അംഗീകാരത്തോടു കൂടിയാണ് കിഫ്ബി എന്താക്കുന്നത്, പ്രവർത്തിക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മുന്നോട്ട് പോകാം. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് regarding the land use pattern in Kerala in 2017 and 18. Largest area is under forest coverage. 2. Largest is cultivated area. Largest area is put to non-agriculture uses. Which of the statement is correct? Only one, only two, one only, two only, three only, both 1 and 3. ഓക്കെ, അപ്പൊ 2017-18 കേരളത്തിലെ ലാൻഡ് യൂസ് പാറ്റേൺ എന്താണെന്നുള്ള അതുമായി ബന്ധപ്പെട്ട ഒരു സർവേ നടന്നിട്ടുണ്ട്. ആ സർവേയിലെ ഫൈൻഡിങ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കേരളത്തെ നമ്മൾ ജനറലി 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, കേരളത്തിന്റെ ഈസ്റ്റേൺ സൈഡിൽ മലനാടുണ്ട്, പിന്നെ സെൻട്രൽ ഭാഗത്തായിട്ട് ഇടനാടുണ്ട്, അതുപോലെ വെസ്റ്റ് കോസ്റ്റിന് പാരലായിട്ട് എന്തുണ്ട്, തീരപ്രദേശമുണ്ട്. മലനാട്, ഇടനാട്, തീരപ്രദേശം, ഇതാണ് കേരളത്തിന്റെ ജനറലി ഉള്ള ഒരു രീതി. ഓക്കെ, ഇനി ഈ 3 ഏരിയാസിലും നമുക്കറിയാം, പിന്നെ ഫോറസ്റ്റ് ഏരിയാസ് ഉണ്ട്, കൾട്ടിവേറ്റഡ് ഏരിയാസ് ഉണ്ട്, നോൺ അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ലാൻഡ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കരുതിയിരിക്കുന്ന ഏറ്റവും കൂടുതൽ നോൺ അഗ്രികൾച്ചർ ലാൻഡുകളാണ് കേരളത്തിലുള്ളത് എന്നാണ്. കേരളത്തിൽ 2017-18 കാലഘട്ടങ്ങളിലെ ലാൻഡ് യൂസ് സർവേ പ്രകാരം കേരളത്തിന്റെ മൊത്തം ജോഗ്രഫിക്കൽ ഏരിയ എന്ന് പറഞ്ഞ് 38.86 lakh ഹെക്ടർ ആണ്. 38.86 ലക്ഷം ഹെക്ടർ ആണ് കേരളത്തിന്റെ മൊത്തം ജോഗ്രഫിക്കൽ ഏരിയ. ഓക്കെ, ഇതില് 25.79 lakh ഹെക്ടർ, വിച്ച് മീൻസ് കേരളത്തിന്റെ ജോഗ്രഫിക്കൽ ഏരിയയുടെ 66% നെറ്റ് ഏരിയ സോൺ ആണ്, അഥവാ കൃഷി ചെയ്യുന്ന ഭൂമിയാണ്, കൾട്ടിവേറ്റഡ് ഭൂമിയാണ്. നെറ്റ് ഏരിയ സോൺ എന്ന് പറഞ്ഞാൽ വിത്ത് വിതക്കുന്ന ഭൂമി അഥവാ കൾട്ടിവേഷൻ ചെയ്യുന്നത്. അപ്പൊ കേരളത്തിന്റെ മൊത്തം ലാൻഡിന്റെ 66% എന്താണ്, കൾട്ടിവേറ്റഡ് ഏരിയ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മനസ്സിലായല്ലോ? ഓ സോറി, ക്ഷമിക്കണം, ചെറിയ മിസ്റ്റേക്ക് പറ്റി. അത് കേരളത്തിന്റെ ഏകദേശം 20 lakh, അതായത് 52% കൾട്ടിവേറ്റഡ് ഏരിയ ആണ്. അതേപോലെ തന്നെ 11%, കേരളത്തിന്റെ മൊത്തം 52% കൾട്ടിവേറ്റഡ് ഏരിയ ആണ്. 11% പിന്നെന്താണ്, നോൺ അഗ്രികൾച്ചറൽ യൂസിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നതാണ്. 28% സ്ഥലങ്ങൾ എന്താണ്, ഫോറസ്റ്റ് ഏരിയ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൾട്ടിവേറ്റഡ് ഏരിയ ആണ്. കേരളത്തിന്റെ മൊത്തം ലാൻഡിന്റെ 52% ഏരിയ കൾട്ടിവേറ്റഡ് ഏരിയ ആണ്, 28% ഫോറസ്റ്റ് ഏരിയ ആണ്. ഏറ്റവും കുറവ് ഏരിയ ഏതാണ്,
നോൺ ഫോറസ്റ്റ് പർപ്പസ് ഏരിയ. ഓക്കെ, അപ്പൊ നമ്മൾ കരുതി വെച്ചതുപോലെയല്ല കേരളത്തിന്റെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള സെറ്റപ്പ്. നമ്മൾ കേരളം ഒക്കെ ധാരാളം സിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലാൻഡ് എന്നുള്ളത് നോൺ അഗ്രികൾച്ചറൽ യൂസിന് ഉപയോഗിച്ചിരിക്കുന്ന ലാൻഡ് ആണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൾട്ടിവേറ്റഡ് ഭൂമിയാണ്. നമ്മൾ ഈ നെല്ല് മാത്രമല്ല, ഈ പിന്നെ പ്ലാന്റേഷൻ ലാൻഡുകളൊക്കെ കൾട്ടിവേറ്റഡ് ഏരിയ ആണല്ലോ. പ്രത്യേകം നോട്ട് ചെയ്യാം, കേരളത്തിൽ 52% ഭൂമിയും കൾട്ടിവേറ്റഡ് ഏരിയ ആണ്, 28% ഫോറസ്റ്റ് ഏരിയ ആണ്. വെറും 11% മാത്രമേ എന്തുള്ളൂ പിന്നെ നോൺ അഗ്രികൾച്ചർ പർപ്പസിന് ഉപയോഗിച്ചിരിക്കുന്ന ലാൻഡ് ഉള്ളൂ. സോ ഇൻ ദിസ് കോണ്ടക്ട് ഇവിടെ ആൻസർ ചെയ്ത വരിക ഓപ്ഷൻ 2 ലാർജസ്റ്റ് ഈസ് കൾട്ടിവേറ്റഡ് ഏരിയ. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ഇടും, മനസ്സിലായിടും. മുന്നോട്ട് പോകാലോ, മുന്നോട്ട് പോകാലോ. നിങ്ങളൊന്ന് ആക്റ്റീവ് ആവണേ, വേഗം വേഗം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഹലോ, ഓഡിബിൾ അല്ലേ? കേൾക്കുന്നില്ല എല്ലാവർക്കും? അടുത്ത 19th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Compared to primary and secondary sectors, service sector share is dominating in Kerala's GSDP. 2. But in terms of employment or workforce, secondary sector is dominating. Which of the above is correct? One only, two only, both on and two, either one or. കേരള എക്കണോമിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഷാഫി പി പി ഓപ്ഷൻ ചെയ്യാൻ പറയുന്നു. ഇനി ഇതൊരു ആൻസർ. സോ ഒരു എക്കണോമിക്ക് പ്രധാനമായിട്ടും 3 ബ്രോഡ് സെക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, അതേപോലെ തന്നെ സർവീസ് അല്ലെങ്കിൽ ടെറിഷറി ഉണ്ട്. ഓക്കെ, ഈ പ്രൈമറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ അലൈഡ് ആക്ടിവിറ്റീസ് ആണ്. അതായത് പ്രകൃതി നേരിട്ട് ചൂഷണം ചെയ്യുന്ന എല്ലാം പ്രൈമറി ആണ്. നമ്മൾ ഫിഷിംഗ് ചെയ്യുന്നത്, അഗ്രികൾച്ചർ, ഇതൊക്കെ പ്രകൃതിയെ നേരിട്ട് നമ്മൾ എന്താക്കുന്നതാണ്, സമീപിക്കുന്നതാണ്. സോ പ്രകൃതിയെ നേരിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന എല്ലാം എന്താണ്? പ്രൈമറി സെക്ടറാണ്. ഇനി പ്രൈമറി സെക്ടറിൽ നിന്ന് കിട്ടുന്ന പ്രൊഡക്ട്സുകളെ നമ്മൾ വേറെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് സെക്കൻഡറി സെക്ടർ. ഓക്കെ, ഞാനിപ്പം ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നു. ഗോതമ്പ് ഉൽപാദനം എന്നുള്ളത് പ്രൈമറി സെക്ടറാണ്, കാരണം നേരിട്ട് പിന്നെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു. ഈ ഗോതമ്പ് കൊണ്ട് ഞാൻ ബിസ്ക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് സെക്കൻഡറി ആണ്. അപ്പൊ പ്രൈമറി പ്രോഡക്ട്സുകളെ നമ്മൾ വേറെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് സെക്കൻഡറി. നമ്മുടെ ഈ കൺസ്ട്രക്ഷൻസ്, അതേപോലെ തന്നെ മാനുഫാക്ചറിങ് തുടങ്ങിയ സാധനങ്ങളൊക്കെ സെക്കൻഡറിയിലാണ്. ദെൻ ടെറിഷറി സെക്ടറിന് പ്രധാനമായും സർവീസ് ആണ്. എഡ്യൂക്കേഷൻ, ഹെൽത്ത് തുടങ്ങിയ ട്രാൻസ്പോർട്ട് തുടങ്ങിയ സംഭവങ്ങളൊക്കെ ടെറിഷറി ആണ്, അല്ലെങ്കിൽ സർവീസ് സെക്ടറാണ്. സോ കേരള എക്കണോമിയിൽ ഏറ്റവും കൂടുതലുള്ളത് സർവീസ് സെക്ടറിനാണ്, സംശയമൊന്നുമില്ല. സോ ഓപ്ഷൻ 1 ശരിയാണ്. ഓക്കെ, കേരളത്തിൽ പ്രൈമറി സെക്കൻഡറിയേക്കാളും വളരെ കൂടുതലാണ് സർവീസ് സെക്ടർ. രണ്ടാമത്തെ, വർക്ക് ഫോഴ്സ് ഏറ്റവും കൂടുതൽ സെക്കൻഡറിയിലാണെന്നാണ് പറഞ്ഞത്. അത് തെറ്റാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നതും സർവീസ് സെക്ടറിലാണ്. കേരള എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നതും, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്നതും സർവീസ് സെക്ടറിലാണ്. സോ 1 ശരിയാണ്, 2 തെറ്റാണ്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 1 ഓൺലി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? മുന്നോട്ട് പോവാം. അടുത്ത കേരള സർക്കാരിന്റെ പദ്ധതികളെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്കീംസ് ആൻഡ് ഇറ്റ്സ് ബെനിഫിഷ്യറീസ്. വർക്ക് ഫോഴ്സ് മാക്സിമം അഗ്രികൾച്ചറൽ അല്ലേ വൈശാഖ്? ഇന്ത്യൻ പിന്നെ GDP-യിൽ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് അത് അഗ്രികൾച്ചർ സെക്ടറിലാണ്. പക്ഷെ കേരളത്തിൽ അങ്ങനല്ല. കേരളത്തിൽ നമുക്കറിയാലോ കൃഷി ചെയ്യുന്ന ആരാണുള്ളത്, വളരെ എണ്ണം കുറവല്ലേ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത് സർവീസ് സെക്ടറിലാണ്. നേരെ മറിച്ച് ഇന്ത്യൻ എക്കണോമിയിലെ കമ്പയർ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ വർക്ക് ഫോഴ്സ് ഉള്ളത് അത് അഗ്രികൾച്ചറിലാണ്. ഇന്ത്യൻ GDP വേറെ, കേരള GDP വേറെ. ഓക്കെ അല്ലേ? മുന്നോട്ട് പോകാം. അടുത്ത 20th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്കീം. നമുക്ക് കേരള എക്കണോമി വളരെ പ്രത്യേകമായിട്ടുള്ള ടോപ്പിക്കാണ്, വളരെ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക് കൂടിയാണ് കേരള എക്കണോമി. അത് നമുക്ക് ഇവിടെ കേരളത്തിൽ നല്ലൊരു മുതിർന്ന കോളേജ് പ്രൊഫസറുടെ ക്ലാസ്സുകൾ തന്നെ കേൾക്കണം, എങ്കിലേ നമുക്ക് കേരള എക്കണോമി എന്നുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മുന്നോട്ട് പോകാം. അടുത്ത 20th ക്വസ്റ്റ്യൻ. അതേപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസും കഴിഞ്ഞ വർഷം കേരള എക്കണോമി ചോദിച്ചിട്ടുള്ളത് യൂണിവേഴ്സിറ്റി മെറ്റീരിയൽസ് എന്നാണ്. അപ്പം ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ പിന്നെ കേരള എക്കോണമിയുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽസും അതേപോലെ കേരള സർക്കാരിന്റെ വെബ്സൈറ്റ് ഉണ്ട്, ഇവിടെ ക്ലാസ് ഫോർവേഡ് ചെയ്യും. ഓക്കെ, അതൊക്കെ വായിച്ചാൽ മതി, കൂളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതേപോലെ കേരള സർക്കാരിന്റെ പദ്ധതികൾ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കൂടിയാണ്, അതുകൂടി എന്താക്കണം, നന്നായിട്ട് പഠിച്ചു പോകണം. ഓക്കെ, അപ്പൊ 20th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്കീംസ് ആൻഡ് ഇറ്റ്സ് ബെനിഫിഷ്യറീസ്. സ്കീംസ് ബെനിഫിഷ്യറീസ്: സ്വപ്ന സാഫല്യം NRKS, സാന്ത്വനം വിമൻ, ഇൻസൈറ്റ് പ്രോജക്ട്സ് പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ്, ആശ്വാസ കിരണം എൻഡോസൾഫാൻ വിക്ടിംസ്. വിച്ച് ആർ നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? ഓപ്ഷൻ എ 2 and 3, ഓപ്ഷൻ ബി 1 and 3, ഓപ്ഷൻ സി 2 and 4, ഓപ്ഷൻ ഡി 1 and 4. കേരള സർക്കാരിന്റെ പദ്ധതികളും അതിന്റെ ബെനിഫിഷ്യറിയുമായി ബന്ധപ്പെട്ടിട്ട് തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? സ്വപ്ന സാഫല്യം പദ്ധതി NRKസിന് വേണ്ടിയിട്ടാണോ? നോൺ റെസിഡന്റ് കേരളീയൻസ് ശരിയാണ്. ഇപ്പം ഗൾഫിലും അതേപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് വേണ്ടി പോയി അവിടെ എന്തെങ്കിലും കാരണവശാല് ജോലി ചെയ്യാൻ പറ്റാതിരിക്കെ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത്തരം ആളുകളെ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് ഇവിടെ നല്ലൊരു തൊഴിൽ ചെയ്യാനുള്ള അവസരം കൊടുക്കാൻ വേണ്ടിയിട്ട്
കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്വപ്ന സാഫല്യം. അപ്പൊ NRIസിന് വേണ്ടി അല്ലെങ്കിൽ NRKs, നോൺ റെസിഡന്റ് കേരളീയൻസിന് വേണ്ടിയിട്ട് കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് സ്വപ്ന സാഫല്യം. വിദേശ രാജ്യങ്ങളിൽ ജയിലിലേക്ക് അടക്കുന്ന ആളുകളെ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്കൊരു തൊഴിൽ അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ്, നോർക്കാർക്കുട്ടിന്റെ പദ്ധതിയാണ് പിന്നെ സ്വപ്ന സാഫല്യം. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അത് സ്വാന്തനം പദ്ധതി, സ്ത്രീകളെയാണ് സ്വാന്തനം പദ്ധതി ലക്ഷ്യം വെക്കുന്നത്, തെറ്റാണ്. സ്വാന്തനം പദ്ധതി പ്രധാനമായിട്ടും നമ്മുടെ ഡിസീസ് ഉണ്ടല്ലോ, മീൻസ് എയ്ഡ്സ്, ഓക്കെ, എയ്ഡ്സ് പോലെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് സ്വാന്തനം പദ്ധതി. ഓക്കെ, അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഓക്കെ, എയ്ഡ്സ് ഒക്കെ ബാധിച്ച ആളുകൾക്കും അവരുടെ കുട്ടികൾക്കും വേണ്ടിയുള്ള പദ്ധതിയാണ് സ്വാന്തന പദ്ധതി. അടുത്ത ഇൻസൈറ്റ് പ്രോജക്ട്സ്. ഓക്കെ, ഈ കണ്ണ് കാണാൻ കഴിയാത്ത കുട്ടികൾക്ക് പിന്നെ അവരെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവന്ന പിന്നെ പ്രോജക്റ്റ് ആണ് ഇൻസൈറ്റ് പ്രോജക്ട്സ്. സോ കണ്ണ് കാണാൻ കഴിയാത്ത ആളുകൾ പിന്നെ ഡിസേബിൾഡ് ആണല്ലോ, അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അടുത്ത ആശ്വാസകിരണം പദ്ധതി ആക്ച്വലി ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യന്റ് ഉണ്ട്, ബെഡിൽ കിടക്കുന്ന ശയ്യാവലിയിൽ കിടക്കുന്ന ആളുകളെ സഹായിക്കുന്ന ആളുകൾ. ഇപ്പൊ എന്റെ വീട്ടിൽ ബെഡ് റിഡൻ പേഷ്യന്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഗവൺമെന്റ് എന്താക്കും, ഞാനാണ് ആ പേഷ്യന്റ് നോക്കുന്നതെങ്കിൽ എനിക്ക് ഗവൺമെന്റ് എന്താക്കും, ഒരു മാസ സഹായം നൽകും. ഓക്കെ, അപ്പൊ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻസിനെ സഹായിക്കുന്നവർക്ക് വേണ്ടി ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. സോ ഓപ്ഷൻ 4 തെറ്റാണ്. സോ നോട്ട് കറക്റ്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 2ഉം 4ഉമാണ് ഇവിടെ നോട്ട് കറക്റ്റ് ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. മുന്നോട്ട് പോകാം. അപ്പൊ കേരള സർക്കാരിന്റെ പദ്ധതികൾ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. KSIT ഇനിഷ്യേറ്റീവ് ഓഫ് ഗവൺമെന്റ് ഓഫ് കേരള ഇസ് റിലേറ്റഡ് ടു അട്രാക്ട് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അട്രാക്ട് ഫോറിൻ ടൂറിസ്റ്റ്സ്, ഇംപ്രൂവ് സോഷ്യൽ വെൽഫെയർ, ഇൻക്രീസ് ഫോറിൻ ട്രേഡ്. KSIFT പ്രോജക്ട് എന്നാണ് KSIFT പ്രോജക്ടിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, സോ കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നാൽ ബിസിനസ് തുടങ്ങാനുള്ള സന്ദർഭങ്ങൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൂട്ടിക്കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ കേരളത്തിലൊക്കെ പല പ്രശ്നം മൂലം ഒരു ബിസിനസ് വേണ്ടതുപോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമുക്കങ്ങനെ അറിയാലോ, പഴയ മോഹൻലാലിന്റെ മിഥുനം പടം കണ്ടാൽ അറിയാം, ഒരു ബിസ്ക്കറ്റ് കമ്പനി ആയിട്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ? ഓക്കെ, അവിടെ പേപ്പർ ഇവിടെ ഈ പേപ്പർ അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ ബിസിനസ് തുടങ്ങാനുള്ള എല്ലാവിധ പ്രശ്നങ്ങളും വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന പുതിയ പ്രോജക്റ്റ് ആണ് KSIFT പ്രോജക്ട്. ഓക്കെ അല്ലേ? വിച്ച് മീൻസ് ഒരു സിംഗിൾ പിന്നെ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കേരള ഗവൺമെന്റ് കൊണ്ടുവന്ന പ്രോജക്റ്റ് ആണ് KSIFT പ്രോജക്ട്. ഓക്കെ അല്ലേ? അപ്പൊ എക്സാമിൽ ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യങ്ങളൊക്കെ എന്താക്കണം, പിന്നെ KSIFT പ്രോജക്ട് എന്താണ്, ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. നിങ്ങൾ എന്താക്കണം, സ്വയം KSIFT പ്രോജക്ട് എന്താണ്, അതിന്റെ പ്രധാനപ്പെട്ട ഇനീഷ്യേറ്റീവ്സുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻഡെപ്ത് ആയിട്ട് വേറെ നോക്കിയിരിക്കണം കേട്ടോ. മുന്നോട്ട് പോകാം. ഓക്കെ, സോ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഷെയർ ചെയ്യും, വായിച്ചു നോക്കണം. ഓക്കെ, മുന്നോട്ട് പോകാം. സോ KSIFTന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ് എന്നാണ്. ഓക്കെ, കേരളത്തിലെ 14 ഡിപ്പാർട്ട്മെന്റുകളുടെ ഒരു സംയുക്ത പ്ലാറ്റ്ഫോമാണ് KSIFT എന്ന് പറയുന്നത്. സോ ഡയറക്ടർ ഓഫ് അർബൻ അഫയേഴ്സ്, പഞ്ചായത്ത്, ടൗൺ പ്ലാനിംഗ് തുടങ്ങിയ 14 ഡിപ്പാർട്ട്മെന്റുകൾ KSIFTന്റെ ഭാഗമാണെന്നുള്ളതാക്കുക. മുന്നോട്ട് പോകാം. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ. ലോക കേരള സഭ കംപ്രൈസ് ഓഫ് legislators and parliamentarians from Kerala, elected expatriates of Kerala abroad, elected expatriates of Kerala in other Indian states. Which of the above is are correct? 2 and 3, B 1 and 2, option C 1 and 3, option D all of them. Kerala സഭയിൽ അംഗങ്ങൾ ആരൊക്കെയാണ്? ലോക കേരള സഭ. What is ലോക കേരള സഭ? സോ ലോക കേരള സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി ഡയസ്പോറ. ഈ ഡയസ്പോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യൻ ഡയസ്പോറ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരെയാണ് നമ്മൾ ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറയും. എന്നപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികളാണ് കേരള ഡയസ്പോറ. ഓക്കെ, അപ്പം കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും പിന്നെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ കൂട്ടായ്മയാണ് ലോക കേരള സഭ. അപ്പൊ ഈ ലോക കേരള സഭയിൽ ആരൊക്കെയാണ് അംഗങ്ങൾ എന്നാണ് ചോദ്യം. സോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കേരളത്തിലെയും അതേപോലെ തന്നെ പാർലമെന്റിലെയും MLA മാർ MP മാര് ലോക കേരള സഭയിലെ അംഗങ്ങളാണ്. അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ, അതേപോലെ തന്നെ മറ്റുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉള്ള തിരഞ്ഞെടുക്കപ്പെട്ട കേരളീയൻസ്, ഇവരെല്ലാം ലോക കേരള സഭയിലെ അംഗങ്ങളാണ്. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബവ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ കേസ് ചോദ്യം ചോദിക്കുന്ന വർഷത്തിൽ 3ാം ലോക കേരള സഭയുടെ മീറ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കറണ്ട് അഫെയർ കൂടിയാണ്.
ഓക്കെ അല്ലേ? ക്ലിയർ അല്ലോ? മുന്നോട്ട് പോകാലോ. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ. എയ്ഡ്സ് അച്ചീവ്മെന്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഓഫ് ഗോൾസ് കേരള ഹാസ് റാങ്ക്ഡ് ഫസ്റ്റ് ബൈ നീതി ആയോഗ്. Which among the following is are the main reason for this rank? Health, education, gender equality. Choose the correct one. 2 and 3, 1 and 2, 1 and 3, all of the above. Okay, നമുക്ക് കണ്ണും പൂട്ടി ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. സോ ഇന്ത്യയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും മുന്നിൽ നിൽക്കുന്നത് കേരളമാണ്. എന്തുകൊണ്ടാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിൽ കേരളം മുന്നിൽ നിൽക്കുന്നത്? ഏതെല്ലാം മേഖലയിലാണ്? ഓക്കെ, ഹെൽത്തിന്റെ മേഖലയിലായാലും എഡ്യൂക്കേഷന്റെ മേഖലയിലായാലും ജെൻഡർ ഈക്വാലിറ്റിയുടെ മേഖലയിലും മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാളും വളരെ മുന്നിലാണ് കേരളം. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ അബോവ് ആണ് കറക്റ്റ്. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ആർ ട്രൂ ഇൻ റിലേഷൻ ടു സയൻസ് ആൻഡ് ടെക്നോളജി? ടുഡേ സയൻസ് ഈസ് ടുമോറോസ് ടെക്നോളജി. 2. The border between science and technology is well defined today. 3. Science and technology developments of social and economic relevance are potential innovations. Option A, 1 only. Option B, 2 only. Option C, 1 and 3 only. Option D, 1, 2, 3. So, നമ്മൾ കേരള എക്കണോമി കഴിഞ്ഞ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ള ഭാഗത്തേക്ക് പ്രവേശിച്ചിട്ടോ. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ്. നമ്മൾ കേരള PSC സാധാരണ പഠിക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടല്ല. മുഴുവൻ ക്വസ്റ്റ്യൻസും സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അപ്പൊ നന്നായിട്ട് പത്രം വായിക്കണം. സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള മാറ്റങ്ങൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഇപ്പൊ കേസിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ഒരു ബേസിക് അറിഞ്ഞിരിക്കണം. പക്ഷെ കൂടുതൽ ക്വസ്റ്റ്യൻസും മുഴുവൻ ക്വസ്റ്റ്യൻസും കഴിഞ്ഞ കേസിന് ചോദിച്ചത് സയൻസ് ആൻഡ് ടെക്നോളജി എന്നാണ്. അപ്പം നന്നായിട്ട് പത്രം വായന വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ സയൻസ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ബ്രോഡ് ആയിട്ടുള്ള വീക്ഷാഗതികൾ വേണം. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ടുഡേ സയൻസ് ഇസ് ടുമാറോസ് ടെക്നോളജി. ഇന്നത്തെ ശാസ്ത്രം നാളത്തെ ടെക്നോളജിയാണ്. സ്വാഭാവികം, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ? ഇന്നത്തെ സയൻസ്, ഇന്നത്തെ ശാസ്ത്രം നാളത്തെ ടെക്നോളജിയാണ്. കാരണം ഈ സയൻസിലുള്ള മാറ്റങ്ങളാണ് ടെക്നോളജിയിലുള്ള മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് അല്ലെ? ഏതൊരു ടെക്നോളജിക്കും മുമ്പിലൊരു സയൻസ് ഉണ്ടായിരിക്കും. ആ സയൻസിന്റെ ആപ്ലിക്കേഷൻ ആണ് ആക്ച്വലി ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ ടുഡേ സയൻസ് ഇസ് ടുമാറോസ് ടെക്നോളജി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ഒന്ന് ശരിയാണെങ്കിൽ നമുക്ക് എന്താക്കാം? ബി നമുക്ക് ഒഴിവാക്കാം. രണ്ടാമത്തത്, ദ ബോർഡർ ബിറ്റ്വീൻ സയൻസ് ആൻഡ് ടെക്നോളജി ഈസ് വെൽ ഡിഫൈൻഡ് ടുഡേ. സയൻസിനും ടെക്നോളജിക്കുമുള്ള അതിർത്തി ഇന്ന് വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇന്നതാണ് സയൻസ്, ഇന്നതാണ് ടെക്നോളജി എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ശരിയാണോ? ലോജിക്കലി അത് ശരിയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സയൻസും ടെക്നോളജിയും വളരെ വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ശരിയാണോ? ഇല്ല, ഇല്ലേ? നമുക്ക് ഇപ്പോഴും സയൻസ് എന്ന ടെക്നോളജി എന്താണെന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഡെഫിനിഷൻ ഒന്നുമില്ല. അതുകൊണ്ട് സയൻസ് വേറെ, ടെക്നോളജി വേറെ, അങ്ങനൊന്നുമില്ല. സോ സയൻസിന്റെയും ടെക്നോളജിക്കും ഇടയിലുള്ള ഒരു ഡെഫിനിഷൻ എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഡിഫൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റിയതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെ ഒഴിവാക്കാം? ഡി ഒഴിവാക്കാം. അപ്പൊ നോക്കൂ, ഒന്നില്ലെങ്കിൽ 1 only, അല്ലെങ്കിൽ 1 and 3 വരും. So science and technology developments of social and economic relevance are potential innovations. സോഷ്യൽ എക്കണോമിക് മേഖലയിലെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡെവലപ്മെന്റ്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയാണോ? ഇത്തരം ഒരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഏത് മേഖലയിലെയും, ഇപ്പൊ സയൻസ് ആയാലും വേണ്ടില്ല, എക്കണോമി ആയാലും വേണ്ടില്ല, ഏതൊരു മേഖലയിലെയും സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡെവലപ്മെന്റ് വളരെ പൊട്ടൻഷ്യൽ ആയിട്ട് ഇന്നോവേഷൻ തന്നെ അല്ലേ ആണ്. സോ ഓപ്ഷൻ സി 1 and 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പൊ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ജനറൽ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ സോഷ്യൽ ആൻഡ് എക്കണോമിക് മേഖലയിലെ സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രസക്തിയുള്ള, അതായത് സാമൂഹിക സാമ്പത്തിക പ്രസക്തിയുള്ള സയൻസ് ആൻഡ് ടെക്നോളജി മാറ്റങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് അല്ലെ നമുക്ക് ചിന്തിച്ചാൽ പോരാ. എല്ലാ മേഖലയിലും സയൻസ് ആൻഡ് ടെക്നോളജികൾ എന്താണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് മേഖലയും പ്രധാനപ്പെട്ടതല്ല. ഇവൻ ചെറിയ മേഖലയിലെ ടെക്നോളജിയിലെ അല്ലെങ്കിൽ സയൻസ് ടെക്നോളജിയിലെ ഡെവലപ്മെന്റ് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് സയൻസ് ടെക്നോളജിയിൽ ഇന്ന മേഖലയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇന്ന മേഖല പ്രധാനപ്പെട്ടതല്ല എന്ന് പറയാൻ പറ്റില്ല. ഏതൊരു മേഖലയിലുള്ളതും പ്രധാനപ്പെട്ടതാണ്. ജസ്റ്റ് നമ്മൾ ലോജിക് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, സോഷ്യൽ ആൻഡ് എക്കണോമിക് പ്രാധാന്യമുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ഡെവലപ്മെന്റ് വളരെ പ്രധാനപ്പെട്ടതാണോ? അതെ, വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പ്രധാനപ്പെടാത്തൊന്നുമില്ല. ഇതൊക്കെ കോമൺ ആയിട്ട് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി 1 and 3 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, മുന്നോട്ട് പോവാം. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇൻഡിക്കേറ്റ്സ് ദ ബെസ്റ്റ് സിസ്റ്റം ഓഫ് പബ്ലിക് ഹെൽത്ത് ഇൻ ഇന്ത്യ? നാഷണൽ ഹെൽത്ത് മിഷൻ, യൂണിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ, പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 1 and 3 only, ഓപ്ഷൻ ഡി 1, 2, 3. ഇന്ത്യയിലെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിന്റെ ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഇവിടെ കണ്ണും പൂട്ടി പരിപൂർണമായും ശരി, പരിപൂർണമായും തെറ്റിയെന്ന് ഉറപ്പുള്ള ഏതെങ്കിലും ഒന്നുണ്ടോ? കണ്ണും പൂട്ടി അറിയാം, ഇന്ത്യയിലെ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ്, ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഇതെല്ലാം പബ്ലിക് ഹെൽത്തിലെ വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതുകൊണ്ട് 3 എന്തായാലും പബ്ലിക് ഹെൽത്തിൽ ബെസ്റ്റ് സിസ്റ്റം തന്നെയാണെന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് 3 ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്താക്കാം? ഒഴിവാക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? നാഷണൽ ഹെൽത്ത് മിഷൻ അല്ലെ,
നാഷണൽ ഹെൽത്ത് മിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ ഹെൽത്ത് മിഷൻ അർബൻ ഉണ്ട്, നാഷണൽ ഹെൽത്ത് മിഷൻ റൂറൽ ഉണ്ട്. രണ്ടും നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നെന്തായാലും ഉണ്ട്, അതുകൊണ്ട് പി എം ഒഴിവാക്കാം. ഇനി 1 and 3 വരും, 1, 2, 3 വരും. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി 1, 2, 3 ആണ്. മേൽ പറഞ്ഞിരിക്കുന്ന എല്ലാം നാഷണൽ ഹെൽത്ത് മിഷൻ ആയാലും അതേപോലെ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ അല്ലെ, ഹെൽത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി ഒരു പ്രത്യേക മിനിസ്ട്രി ഉള്ളത്, പ്രത്യേക വകുപ്പ് തന്നെ ഉള്ളത്, പ്രത്യേക മന്ത്രാലയം തന്നെ ഉള്ളത്, ആ ഒരു മേഖലയിലെ ബെസ്റ്റ് സിസ്റ്റം തന്നെയാണ്. ശരിയാണ്. 1, 2 ശരിയാണ്, അതേപോലെ 3 ശരിയാണ്. ഓപ്ഷൻ ഡി 1, 2, 3 ആണ് കറക്റ്റ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നാഷണൽ ഹെൽത്ത് മിഷൻ ആയാലും അതേപോലെ ആരോഗ്യ മേഖലയിൽ പ്രത്യേക മന്ത്രാലയമായാലും അതേപോലെ പ്രൈമറി ഹെൽത്ത് സെന്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസ്, ഇതെല്ലാം നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിന്റെ ബെസ്റ്റ് സിസ്റ്റം തന്നെയാണ്. സോ ഓപ്ഷൻ ഡി 1, 2, 3 ആണ് കറക്റ്റ് ആൻസർ. എന്നിട്ട് പോകാലോ? ക്ലിയർ അല്ലോ?